ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അത് നമ്മുടെ ട്രേഡ്സും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം അത്യാവശ്യം നല്ല ഹൈ ആയിരുന്നു. ഇന്നലെ എക്സ്പയറി കഴിഞ്ഞതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ആണെങ്കിലും എക്സ്പയറി കഴിഞ്ഞ ദിവസം കഴിഞ്ഞതുകൊണ്ട് പ്രീമിയം നല്ലതും രണ്ടും നല്ലപോലെ ഹൈ ആയിരുന്നു. അപ്പം ചെറിയ സ്റ്റോപ്പ് ലോസിൽ എന്തായാലും പ്ലാൻ ചെയ്യാൻ കുറച്ച് ടഫായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് എൻട്രി ഒന്നും വേണ്ടാന്ന് വെച്ചു, കാരണം സ്റ്റോപ്പ് ലോസ് മാച്ച് ആവാത്തതുകൊണ്ട്. പിന്നെ ഒരു ചെറിയ സ്കാൽപ്പ് മാത്രമാണ് കിട്ടിയത്. അതും എല്ലാവർക്കും കിട്ടിക്കാണൊന്നുമില്ല. റിസ്കി ട്രേഡ്സ് വീണ്ടും ആ സെയിം സ്ട്രൈക്കിൽ എൻട്രി എടുത്തവർക്ക് മാത്രം, നമ്മൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത ട്രേഡ് വീണ്ടും സെയിം സ്ട്രൈക്കിൽ എൻട്രി എടുത്തവർക്ക് മാത്രമേ എന്തെങ്കിലും പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കുള്ളൂ. അതായത് നമ്മുടെ ട്രേഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. എല്ലാ ട്രേഡ്സ് ഉണ്ടായിരുന്നു, പക്ഷേ പ്രീമിയം ഹൈ ആയതുകൊണ്ട് ഞാൻ അധികം ട്രേഡ്സ് ഒരൊറ്റ ട്രേഡ് ഇന്ന് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലല്ല, നിഫ്റ്റിയിലായിരുന്നു. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ ഇന്നത്തെ ലെവൽസ് ഇതൊക്കെയായിരുന്നു. അപ്പം മാർക്കറ്റ് രാവിലെ ഇതൊരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് എടുത്തതാണ്. ട്രെൻഡ് ലൈൻ്റെ താഴെയാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. എക്സാക്ട്ലി ട്രെൻഡ് ലൈൻ്റെ താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയൊരു റിജക്ഷൻ കാണിച്ചു. റിജക്ഷൻ കാണിച്ചതിന് ശേഷം നമ്മുടെ 50 ലെവലിൻ്റെ താഴെ ചെറിയൊരു ബ്രേക്കൗട്ട്. ഇതിന് ബ്രേക്കൗട്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ട. 50 മിനിറ്റ് നോക്കിയാൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. ചെറിയൊരു ബ്രേക്കൗട്ട്, എൻട്രി എടുക്കാനുള്ള സെറ്റപ്പിൽ ഉള്ള ഒരു ബ്രേക്കൗട്ട് ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ ഡൗൺ സൈഡ് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അപ്സൈഡ് വ്യൂ തന്നെ ആയിരുന്നു. രാവിലെ തൊട്ട് വ്യൂ അപ്സൈഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളിന്ന് കോൾ സൈഡ് ട്രേഡാണ് കൊടുത്തത്. പക്ഷേ പ്രീമിയം ആണ് മാച്ച് ആവാത്തതുകൊണ്ട് നമ്മൾ അധികം ട്രേഡ്സ് പഞ്ച് ചെയ്യാൻ ശ്രമിച്ചില്ല. ഓക്കെ, ഇവിടെ വന്ന് ചെറിയൊരു ബ്രേക്കൗട്ട് കാണിച്ചു, അപ്സൈഡ് പോയി വീണ്ടും വന്ന് സപ്പോർട്ട് എടുത്തു. ട്രെൻഡ് ലൈനിൽ ഒരു ചെറിയ റിജക്ഷൻ പോലെയൊക്കെ കാണിച്ചു. സ്റ്റിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം വീണ്ടും അപ്സൈഡ് പോയി അടുത്ത ലെവലിലേക്ക് പോയി. ആസ് പെർ സ്ട്രാറ്റജി ഇവിടെ താഴെ ഡൗൺ സൈഡ് വന്നു, ഇവിടെ സപ്പോർട്ട് എടുത്തു, അപ്സൈഡ് പോയി. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ടാർഗറ്റ് അടുത്ത ലെവലാണ്. അപ്പം അവിടെ എത്തി. പക്ഷേ ഇത്രത്തോളം എന്താ പറയുക, റീടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ്, ടൈം സ്പെൻഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പെയ്യാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് അവിടെ എത്തിയത്. അപ്പം പ്രീമിയം അത്രയും വലുതായതുകൊണ്ട് സ്റ്റോപ്പ് ലോസിന് ഒരു ബ്രീത്തിങ് സ്പേസ് ഇടുമ്പോൾ എങ്ങനെ പോലെ ഒരു 60-50 പോയിന്റ് വേണം ഒരു സേഫായിട്ട് സെൽ അടിക്കാൻ പറ്റാതെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് എടുക്കാത്തതുകൊണ്ടാണ് ഇന്ന് ട്രേഡ്സ് ഒന്നും അധികം ഷെയർ ചെയ്യാൻ. പ്രീമിയം കുറച്ചും കൂടെ മെൽറ്റ് ആവട്ടെ, എന്നാലും നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ട്രേഡ്സ് ഒക്കെ പഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, സസ്റ്റെയിൻ ചെയ്തു. വീണ്ടും ഇവിടുന്ന് അപ്സൈഡ് ബ്രേക്ക് ചെയ്തതിനു ശേഷം അപ്സൈഡ് പോകുമ്പോൾ നമ്മുടെ അടുത്ത ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്. നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം അടുത്ത ലെവൽ ഇതാണ്. പ്ലസ് ഇവിടെ സപ്പോർട്ട് എല്ലാം ഉണ്ടെന്നാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം റിജക്ട് ചെയ്ത ഏരിയയാണ്. അപ്പം ഇതും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും ഈ ഒരു ലെവൽ, ഈ ഒരു ഹൈ. ഇന്നും എക്സാക്റ്റ് ആ ഒരു ഹൈ എന്നാണ് മാർക്കറ്റ് തിരിച്ച് ഡൗൺ സൈഡ് പോയത്. പ്ലസ് സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ എറർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ എറർ തന്നെയായിരിക്കും അപ്സൈഡും ഉണ്ടാക്കിയിരിക്കുന്നത്. എക്സാക്ട്ലി വീണ്ടും തിരിച്ച് മാർക്കറ്റ് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്തു. ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്തതിനു ശേഷം താഴേക്ക് അടുത്ത ലെവലൊക്കെ അപ്രോച്ച് ചെയ്തില്ല. നമ്മൾ ഹാഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് എടുത്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടു. ഈ ഗ്യാപ്പ് ഈ സെയിം ഗ്യാപ്പ് തന്നെ ആയിരിക്കും. എക്സാക്ട്ലി ആ ഗ്യാപ്പിൽ വന്നിട്ട് ചെയ്തിട്ടാണ് സൈഡ് പോയത്. തിരിച്ച് നമ്മുടെ ലെവലിൽ തന്നെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ അവസ്ഥ. നിഫ്റ്റിയിലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത് കോൾ സൈഡ് ആയിരുന്നു. മാർക്കറ്റും ഓഫ് സൈഡ് തന്നെയാണ് പോയത്. പക്ഷേ സ്ട്രൈറ്റ് മൂവ് അല്ലേ, ഒരു സൈഡ് തന്നെയാണെങ്കിൽ പോലും ക്യാൻഡിൽ ജസ്റ്റ് എന്താ പറയുക, സ്ട്രോങ് അല്ലാത്ത പോലെ. ഇതുപോലത്തെ മൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ക്യാൻഡിൽസ് ഒക്കെ ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ഈ ക്യാൻഡിൽസ് കുറച്ച് ഡോജി സിനാരിയോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ട്രേഡ്സ് പ്ലാൻ ചെയ്തില്ല, ഒറ്റ ട്രേഡ് എടുത്തുള്ളൂ. ഏകദേശം ആ ട്രേഡ് ഈ ഒരു ഏരിയയിലാണ് എടുത്തത്. ജസ്റ്റ് ട്രാപ്പായി പോകാൻ ചാൻസ് ആയതും ആ ഒരു റീസൺ കൊണ്ടാണ്. കാരണം മാർക്കറ്റ് നമ്മുടെ ലെവലിൽ താഴെ ഓപ്പൺ ചെയ്തു. എക്സാക്ട് ലെവലിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഡോജി ക്യാൻഡിൽ ലൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. അതിന് വേണ്ടി സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മേളിലേക്ക് അപ്സൈഡ് എൻട്രി ഉണ്ടായിരുന്നു. പ്രീമിയം ഹൈ ആയിരുന്നു. മാത്രമല്ല ഇവിടെ ഞാൻ ഒരു റീടെസ്റ്റ് പ്രതീക്ഷിച്ചു. ഈ ഒരു ബ്രേക്കൗട്ടിൽ, ഈ ഒരു ഹാമർ ക്യാൻഡിലിന് ശേഷം ഈ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ബ്രേക്കൗട്ട് പ്രതീക്ഷിച്ചിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്കൗട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ബ്രേക്കൗട്ടിന് ശേഷം ഒരു റീടെസ്റ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അപ്സൈഡ് പ്ലാൻ ചെയ്തേനെ. ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ചെയ്തു, നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് ചെയ്തു. പക്ഷേ മാർക്കറ്റ് ഷാർപ്പായിട്ട് മൂവ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഷാർപ്പ് റിവേഴ്സൽ. ഈ 3-4 ക്യാൻഡിൽ ഉണ്ടാക്കിയ അത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു സ്ട്രോങ് റിവേഴ്സൽ ക്യാൻഡിൽ ഉണ്ടാക്കി. അപ്പം സ്വാഭാവികമായിട്ടും ഈ ക്യാൻഡിൽ കാണുമ്പോൾ എനിക്ക് സെല്ലിംഗ് പ്രഷർ സ്റ്റാർട്ട് ആയിരുന്നു. വീണ്ടും എല്ലാവരും ഇതിൻ്റെ ഫോളോ ത്രൂ കിട്ടുമെന്ന് ചോദിച്ചാൽ സെല്ല് ചെയ്യും. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് മുകളിലേക്ക് അപ്സൈഡ് പോയി വീണ്ടും ട്രാപ്പ് ചെയ്യുകയായിരുന്നു ഇന്ന് നടന്നത്. വീണ്ടും കറക്റ്റ് നമ്മുടെ സോണിൽ ഒരു ഹാമർ ക്യാൻഡിൽ ഉണ്ടാക്കി. ഈ ഹാമർ ക്യാൻഡിൽ ഹൈ വേണമെങ്കിൽ എൻട്രി പ്ലാൻ ചെയ്യാമായിരുന്നു. ഇവിടെ സെല്ല് കുറച്ച് താഴെ വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, മിസ്സായി പോയി.
ഈ ഒരു മൊമെൻറ്റം. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഹൈ പോയി. ഈ ഇത്രയും വലിയ ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത്ര കോൺഫിഡൻസ് കിട്ടാഞ്ഞത്. അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ഒരു ഹാഫെങ്കിലും ക്ലോസ് ചെയ്ത്, ഹാഫിന് മേളെങ്കിലും ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം. ഹാഫിന് മേളിൽ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തത്. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അതൊരു മാച്ച് ആവാത്തതുകൊണ്ടാണ് ഇന്ന് ആ ട്രേഡ് പ്ലാൻ ചെയ്തത്. പിന്നെ ഈ ലെവലിന് മേളിൽ ബ്രേക്ക്ഔട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ചെറിയ സെറ്റപ്പ് പ്രീമിയത്തിനോട് കിട്ടിയപ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു കോൾ സൈഡ്, അതും ജസ്റ്റ് സ്കാൽപ്പ് ചെയ്യാൻ മാത്രം മെൻഷൻ ചെയ്തിട്ടായിരുന്നു പറഞ്ഞത്. അതും 1-2 വട്ടം സ്റ്റോപ്പ് ലോസ്, അല്ല ഒരു വട്ടം സ്റ്റോപ്പ് ലോസ് അടിച്ചു, ഒരു വട്ടം പോസ്റ്റ് അടിച്ചു. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് SL ആയിരുന്നു. SL അടിച്ചതിന് ശേഷം വീണ്ടും റീ എൻട്രി ചെയ്യാൻ പറഞ്ഞു. റീ എൻട്രി ചെയ്തതിന് ശേഷം അപ്പ് സൈഡ് പോയി ഈ ഒരു ഏരിയയിലൊക്കെ വന്ന് കുറച്ച് നേരം കളിച്ചതിന് ശേഷം തിരിച്ച് ഡൗൺ സൈഡ് വന്നപ്പോൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തോളം പറഞ്ഞിരുന്നു. വീണ്ടും റിസ്ക് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ട്രേഡ് എടുത്തോളം പറഞ്ഞിരുന്നു. സ്റ്റിൽ ഇവിടുന്ന് ഈ സ്റ്റോപ്പ് ലോസ് അടിച്ച മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കവർ ചെയ്യാമായിരുന്നു. കവർ ചെയ്തിട്ടുള്ളവർക്ക് SL കാണില്ല. ഇതായിരുന്നു. വീണ്ടും 2-3 തവണ കോസ്റ്റിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസ്കി പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ വീണ്ടും ട്രൈ ചെയ്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചെറിയ ക്യാൻഡിലാണ്, 10 പോയിന്റ് ക്യാൻഡിൽ, 10 പോയിന്റിൽ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, 5 പോയിന്റ് സ്റ്റോപ്പ് ലോസും. ഇത്രയുള്ള വേറെ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ വിശേഷങ്ങൾ. നാളത്തെ ലെവൽസ് രാവിലെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. ഓക്കെ, താങ്ക് യു.